Hi, Thesnim'S Flavours like എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെയുള്ള ഐശ്വര്യപൂർവ്വമായിട്ടുള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ്. ഇന്ന് പിന്നെ എനിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പുഡിങ്ങാണ്. ബെറി പുഡിങ്. സ്ട്രോബെറി ക്രീം വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു റാസ്ബെറി ജെല്ലും കൂടെ ചേർത്തിട്ട് 2 ലെയറായിട്ട് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സ്ട്രോബെറി ഞാൻ വെറുതെ മുറിച്ചിട്ട് ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് വേവിച്ചിട്ട് പഞ്ചസാര സിറപ്പിലിട്ട് വേവിച്ചിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം. അതുപോലെ താഴത്തെ ലെയറിൽ സ്ട്രോബെറി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ഫസ്റ്റ് ലെയർ ചെയ്തിട്ടുള്ളത്. അതിൽ സ്ട്രോബെറി വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പാണ് അതിൽ ഫ്ലേവറായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ റാസ്ബെറി ജെൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. റാസ്ബെറി ജെല്ലിൻ്റെ പാക്കറ്റ്സ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ സ്ട്രോബെറി ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ സ്ട്രോബെറി തന്നെ യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പായിട്ട് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. എൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിലേക്ക് കുറേ പേര് വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറേ പേര് ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഞാനിതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെയാണ്. അപ്പം നിങ്ങളുടെ ഓവണിൽ ആണ് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നത്. നിങ്ങളുടെ ഓവണിൽ നിങ്ങളുടെ കിച്ചണിൽ നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ ഇതിൽ 1/2 ലിറ്റർ പാൽ, 1 ടീൻ കണ്ടൻസ് മിൽക്ക്, 10 ഗ്രാം ചൈനാഗ്രാസ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഹെർഷീസിൻ്റെ സിറപ്പ് നിങ്ങൾക്ക് ടേസ്റ്റിനും ഫ്ലേവറിനും അനുസരിച്ച് നിങ്ങൾ ചേർക്കുകയാണ് വേണ്ടത്. അതിന് ഞാനൊരു പ്രത്യേകിച്ച് അളവ് വെച്ചിട്ടില്ല. അത് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. ആദ്യം ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം, ഇതിലേക്ക് 10 ഗ്രാം ചൈനാഗ്രാസ്. ഞാൻ ഈ പാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാൻ പോവാണ്. 1/2 ലിറ്റർ പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് ഞാൻ സിമ്മിലിട്ട് വെച്ചിരിക്കുകയാണ്. ചൈനാഗ്രാസ് കുറച്ച് സമയം കൊണ്ട് അത് മെൽട്ടായി വരും. അപ്പോഴേക്കും നമുക്ക് പാലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് കിട്ടണം. പാല് നല്ല ചൂടായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, 1 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക്. ചൈനാഗ്രാസ് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൈനാഗ്രാസ് നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇത് ചേർക്കാം. പാൽ ഏകദേശം ഇങ്ങനെ തിളച്ച് തുടങ്ങാറായിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ചൈനാഗ്രാസ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്, ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, ഓഫാക്കിയിട്ടാണെങ്കിലും കുറച്ച് സമയം നമ്മൾ ഇത് ഇളക്കി കൊടുക്കും. ഈ ചേർക്കാനുള്ള ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പാണ്. ഇത് കുറച്ചൊഴിക്കാം. നമുക്ക് കളറ് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. നമുക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ചാണ് ഒഴിക്കേണ്ടത്. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിനുള്ള മിക്സ് റെഡിയായി. ഇത് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അത് ചൂടാറിയതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് റാസ്ബെറി മിക്സ് ചേർക്കാം. റാസ്ബെറി ജെല്ലാണ് ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാൻ റാസ്ബെറി ജെൽ ഉണ്ടാക്കുന്നത്. സാധാരണ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും റാസ്ബെറി ജെൽ. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് തിളച്ച വെള്ളം 1 കപ്പ്.
ഇനി ഈ ആ ക്രിസ്റ്റലെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റാവുന്ന വരെ ഇളക്കി കൊടുക്കുക. ക്രിസ്റ്റലെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 കപ്പ് തണുത്ത വെള്ളം. നമ്മുടെ പുഡിങ് മുഴുവൻ അങ്ങനെ സെറ്റായിട്ടില്ല കേട്ടോ, ഉള്ളിലൊന്നും അങ്ങനെ സെറ്റായിട്ടില്ല, ചെറുതായിട്ട് ഇനി സെറ്റാവാൻ ബാക്കിയുണ്ട്. ഞാൻ ഇത് ഒഴിക്കാൻ പോവുകയാണ്. സാവധാനം ഒഴിച്ചാൽ മതി. ഇതിന് മുകളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള സ്ട്രോബെറിയാണ് ഇത്. ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, നല്ലൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. കുറച്ച് ക്രീമൊക്കെ ചേർത്തുകൊണ്ട് കൂടുതൽ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിരിക്കും. പിന്നെ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് കൂട്ടണം. അതുപോലെ ചൈനാഗ്രാസ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു 10 ഗ്രാം ചേർക്കുന്നതാണ് നല്ലത്. നമുക്കൊരു നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇനി അത്രയ്ക്ക് സ്റ്റിഫായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു പുഡിങ്ങാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കത് കട്ട് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റെ ഓൺലൈൻ മൈക്രോവേവ് കുക്കറി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട്. ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ. ബൈ.